മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയും കരുണയും തിരിച്ച് കമലേശ്വരത്തിലേക്ക് എത്തിയിട്ട് ദുർഗയോടും സ്വാതിയോടും എല്ലാ കാര്യങ്ങളും പറയുന്നു. മഹാലക്ഷ്മിയുടെ അഹങ്കാരം തീർക്കണമെങ്കിൽ കണ്ണേട്ടന്റെ ഭാര്യയായിട്ട് നീ വരണമെന്നും പിന്നീട് മഹാലക്ഷ്മി ഇപ്പൊ ഇരിക്കുന്ന കസാരയിൽ നീ ഇരിക്കണമെന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവൾ നോക്കുന്ന സമയത്ത് വെറുതെ എന്നുള്ള രീതിക്ക് ഉണ്ണിയാണെങ്കിൽ ആക്ഷൻ കാണിക്കണം. സ്വാതിയാണെങ്കിൽ എന്തൊക്കെയോ സ്വപ്നം കാണുന്നു. പിന്നീട് മേഘനാഥൻ ഏകദേശം എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. ഈ തോമസ് വൈദ്യനടക്കമുള്ള എല്ലാവരും തകർത്ത് അഭിനയിക്കുകയാണെന്നും കണ്ണന് നടക്കാനുള്ള ആ ഒരു ശക്തി തിരികെ കിട്ടിയെന്നും മേഘനാഥൻ കാർത്തികേയൻ എന്ന ഗുണ്ട വഴി മനസ്സിലാക്കുന്നു. എന്തായാലും ആ ഒരു നാടകത്തിന് ക്ലൈമാക്സ് വേണമെന്നും അതുപോലെ തന്നെ അധികം തങ്ങളെയൊന്നും മണ്ടന്മാരാക്കാനായിട്ട് കഴിയില്ല എന്നും അവൻ തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേഘനാഥനാവട്ടെ പലതും മനസ്സിൽ ഉറപ്പിക്കുകയാണ്. കണ്ണനെ ഒന്ന് ശരിക്കും കാണാൻ തന്നെ അവൻ തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് കണ്ണനാവട്ടെ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, മോനെ ഇനിയും അവളുടെ അഹങ്കാരം സഹിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവളെ ഏതോ ഒരുത്തന്റെ കുഞ്ഞിനെയും വയറ്റിലിട്ട് നിന്നെ കബളിപ്പിച്ച് ഇറങ്ങിപ്പോയവളാണ്. അതുകൊണ്ട് നീ അവളുടെ അഹങ്കാരം എത്രയും പെട്ടെന്ന് കുറച്ചേ മതിയാകൂ. അതിനിപ്പോ നിയമവശം ആണെങ്കിൽ അങ്ങനെ നീ അവൾ ഇനി ആ കമ്പനിയിലേക്ക് കയറ്റണ്ട. എന്ത് പ്രശ്നം വന്നാലും നമുക്കെല്ലാവർക്കും ഒപ്പം നേരിടാമെന്നൊക്കെ പറയുമ്പോൾ അത് നടക്കില്ലമ്മേ. അറിയാമല്ലോ, എന്നെപ്പോലെ തന്നെ പ്രഗത്ഭനായിട്ടുള്ള വക്കീലാണ് അനന്തവും. അവനിപ്പോൾ മഹാലക്ഷ്മിക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഈ അനന്തോ അവളുടെ കുഞ്ഞിന്റെ അച്ഛനാണോ? അതുകൊണ്ടാണോ ഇങ്ങനെ അവളെ സംരക്ഷിക്കുന്നത്? ഇത്രയും കാലം നിന്റെ കൂടെ നടന്നവൻ എത്ര പെട്ടെന്നാ അവൾക്കൊപ്പം ആയത്? അതിനർത്ഥം എന്തൊക്കെയോ ബന്ധം അവർ തമ്മിൽ ഇല്ലേ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കടനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. കാരണം അവൻ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അനന്തുവിനെ കുറിച്ച് അങ്ങനെ മോശപ്പെട്ട രീതിയിൽ മഹിയെയും ചേർത്ത് പറയുന്നത്. എന്തായാലും കണ്ണം പറയുന്നുണ്ട്, എല്ലാത്തിനും ഒരു അവസാനം ഞാൻ തന്നെ ഉണ്ടാക്കും. അതുവരെ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമയോട് കൂടിയിട്ട് നിൽക്കുക. കുറച്ച് മാസങ്ങൾ പിടിക്കും എന്നൊക്കെ കണ്ണം പറയുകയാണ്. എന്നിട്ട് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. എന്തായാലും കണ്ണനും അവള് ശത്രുക്കളായല്ലോ, അത് തന്നെ വലിയ ആശ്വാസമാണെന്നൊക്കെ ദുർഗ പറയുന്നു. മേഘേട്ടൻ ഇപ്പൊ തോമസ് വൈദ്യന്റെ അടുത്താണ്. അങ്ങേര് ഇങ്ങ് തിരിച്ചു വരട്ടെ, അവളുടെ എല്ലാ കളിയും നിർത്തുന്നുണ്ട് എന്നാണ് മേഘേട്ടൻ പറഞ്ഞത് എന്നൊക്കെ ഉണ്ണിയും പറയുകയാണ്. പിന്നീട് കണ്ണനാവട്ടെ മഹാലക്ഷ്മിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്ന് കണ്ണൻ കമലേശ്വരത്തിലുണ്ടായ ചർച്ചകളെ കുറിച്ചൊക്കെ തന്നെ പറയുന്നു. അവരെല്ലാവരും മോഹികളായതുകൊണ്ട് തന്നെ ഈ സത്യങ്ങൾ അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണേട്ടൻ പേടിക്കണം. കണ്ണേട്ടൻ മാത്രമല്ല മഹാലക്ഷ്മിയും. നിങ്ങളെ ഏതെങ്കിലും വിധേന ഇല്ലാതാക്കാൻ അവർ വീണ്ടും ശ്രമിക്കുമെന്നൊക്കെ പറയുമ്പോൾ ലേഖയോട് മഹി പറയുന്നുണ്ട്, ഞങ്ങൾക്കും ആ ഭയം ഇല്ലാതെയില്ല. എനിക്കിപ്പോ എന്നേക്കാൾ കൂടുതൽ പേടി കണ്ണേട്ടനെയാണ്. കാരണം കണ്ണേട്ടൻ ആ വീട്ടിൽ തനിച്ചാണ്, ചുറ്റും വിഷപ്പാമ്പുകൾ. അവർ ഏത് സമയത്ത് വേണമെങ്കിലും സത്യങ്ങൾ അറിഞ്ഞ കണ്ണേട്ടന് നേരെ ചീറ്റാം. എനിക്ക് ഒരു സമാധാനമില്ല എന്നൊക്കെ പറയുമ്പോൾ പേടിക്കാതെ ഇരിക്കെ, ഞാൻ എന്തായാലും കൂടെയില്ലേ. പിന്നെ എനിക്കിപ്പോൾ ഉള്ള ഒരു മാനസിക പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ മാർക്കോയുടെ പേരും പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തിന്റെ പേരൊക്കെ ചേർത്ത് പറയുന്നതാണ്. എൻ്റെ കുഞ്ഞിന്റെ അച്ഛനെ പല പേരുകൾ വിട്ട് വിളിക്കുമ്പോൾ എനിക്കെന്തോ അത് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. എനിക്കെന്നല്ല ആർക്കും. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാലോ എന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തോന്നാറുണ്ട്. പക്ഷെ ഞാനും സഹിച്ചിരിക്കുകയാണെന്നൊക്കെ കണ്ണൻ പറയുകയാണ്. എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നൊക്കെയുണ്ട് തനിച്ച് റൂമില്. അങ്ങനെ അവരാണെങ്കിൽ കുഞ്ഞിനെ കുറിച്ചും കുഞ്ഞിനിടാൻ പോകുന്ന പേരിനെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞ് സംസാരിച്ചിരിക്കുകയാണ്. അവര് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഈ നാടകത്തിന് അടുത്തിടെയൊന്നും ക്ലൈമാക്സ് ഉണ്ടാവില്ല എന്ന്. ആരും സത്യം മനസ്സിലാക്കില്ല എന്നും മണ്ടന്മാരായി തന്നെ എല്ലാവരും തുടരുമെന്നാണ് കണ്ണനും മഹാലക്ഷ്മിയും അടിയുറപ്പിച്ച് വിശ്വസിക്കുന്നത്. പക്ഷേ വരാൻ പോകുന്ന വലിയ ദുരന്തം കണ്ണനും മഹാലക്ഷ്മിയും അറിയുന്നില്ല. എന്തായാലും മേഘനാഥനാവട്ടെ കാർത്തികേയനെ തോമസ് വൈദ്യന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെ വെച്ച് ബെറ്റർ ചികിത്സ കൊടുത്ത് അവന്റെ തലയ്ക്കും കൈകാലുകൾക്കൊക്കെ തന്നെ ഭേദമാക്കാനുള്ള പരിപാടിയിലാണ് മേഘനാഥൻ. ഈ സമയം കാർത്തികേയൻ വരുമ്പോൾ തന്നെ മേഘനാണെങ്കിൽ പെട്ടെന്ന് ഒരു ബുക്കും പേനയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ണൻ നടക്കോടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ കൈ കൊണ്ട് പറയുന്നുണ്ട് എഴുതാം എന്നുള്ള രീതിക്ക്. അങ്ങനെ നടക്കും എന്ന് എഴുതുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ മേഘനാഥന്റെ സകല നിയന്ത്രണവും തെറ്റുന്നു. അവൻ ചിന്തിക്കുന്നുണ്ട്, അപ്പൊ എല്ലാവരും ചേർന്ന് മണ്ടന്മാരാക്കുകയായിരുന്നു. മൂന്നാറിൽ വെച്ച് ഞാൻ കണ്ട കാഴ്ച അത് സത്യമായിരുന്നു. കണ്ണൻ നടന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ അർത്ഥത്തിലും അവനും അവളും ഭാര്യയും ഭർത്താവും ആയി ജീവിതം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ഇപ്പൊ മഹാലക്ഷ്മി ചുമക്കുന്നത് അവന്റെ മാത്രം കുഞ്ഞിനെയാണ്. സത്യത്തിൽ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരുമാണ്. പുതിയ നാടകത്തിന്റെ ക്ലൈമാക്സ് അത് ഞാൻ കുറിച്ചു കഴിഞ്ഞു. അവന് ഇത്രയ്ക്കും തലച്ചോറുണ്ടെങ്കിൽ അവനെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയവനാണ് ഈ മേഘനാഥൻ. ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ മേഘൻ തീരുമാനിക്കുന്നു.
അങ്ങനെ തോമസ് വൈദ്യനാണെങ്കിൽ ഡിസ്ചാർജ് ആയി പോയിക്കൊള്ളാനായിട്ട് പറയുകയാണ് മേഘനാഥനോട്. പക്ഷെ പാവം വൈദ്യനാണെങ്കിൽ ഇതൊന്നും തന്നെ അറിയുന്നില്ല. കാർത്തികേയൻ എന്ന ഗുണ്ട മേഘനാഥന്റെ ഫ്രണ്ടാണെന്നും അവനിങ്ങനെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും ചെയ്യുന്നതെന്നൊക്കെ തന്നെ പാവം തോമസ് സാർ അറിയുന്നില്ല. അങ്ങനെ മേഘനാഥൻ കണ്ണനെയും അന്വേഷിച്ച് കാർ എടുത്ത് പോവുകയാണ്. മറ്റെവിടേക്കുമല്ല അവൻ പോകുന്നത്, അനന്തുവിന്റെ വീട് ലക്ഷ്യമാക്കി തന്നെയാണ്. കാരണം അവിടെ വെച്ച് മഹാലക്ഷ്മിയും കണ്ണനും കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്നുള്ള കാര്യം അവൻ ഉറപ്പാണ്. ഈ സമയം കണ്ണനാവട്ടെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഡ്രൈവറെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയോടും അനന്തുവിനോടും ലേഖയോടൊക്കെ തന്നെ യാത്ര പറഞ്ഞ് ഒറ്റയ്ക്ക് കാർ ഓടിച്ചു വരുന്നുണ്ട്. പക്ഷെ ചെന്ന് പെടുന്നത് മേഘനാഥന്റെ മുന്നിലും. മേഘനാഥനാണെങ്കിൽ കണ്ണനെ ക്രോസ് ചെയ്താണ് വണ്ടി നിർത്തുന്നത്. അവനാണെങ്കിൽ സഡൻ ബ്രേക്ക് ഇടുന്നുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ മേഘനാഥൻ ആകെ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ് കണ്ണൻ. കാരണം എന്ത് ചെയ്യണമെന്നോ ഒന്നും തന്നെ കണ്ണൻ അറിയുന്നില്ല. നാടകത്തിന് പക്ക ക്ലൈമാക്സ്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.